പെരുവല്ലൂർ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് പച്ചപ്പിന്റെ മടിത്തട്ടിൽ തലയുയർത്തി നിൽക്കുന്ന മംഗലത്ത് തറവാട്. കാലപ്പഴക്കം കൊണ്ട് കറുത്തിരുണ്ട ഓടുകളും പായൽ പിടിച്ച മതിലുകളും ആ വീടിന്റെ ഗരിമ വിളിച്ചോതുന്നുണ്ടായിരുന്നു. സന്ധ്യാസമയം. മുറ്റത്തെ വലിയ മാവിൻ കൊമ്പുകളിൽ കാറ്റു വീശുമ്പോഴുണ്ടാകുന്ന മർമ്മരങ്ങളും അകത്തളത്തിലെ പഴയ പെൻഡുലം ഘടികാരത്തിന്റെ താളത്തിലുള്ള ടിക് ടിക് ശബ്ദവും മാത്രമായിരുന്നു ആ വലിയ വീടിന്റെ സംഗീതം. 70കാരിയായ സാവിത്രിയമ്മ ഉമ്മറത്തെ ചാരുകസേരയിൽ ചാരിയിരുന്ന് മുറ്റത്തേക്ക് വെറുതെ നോക്കി. അസ്തമയ സൂര്യന്റെ സ്വർണരശ്മികൾ മുറ്റത്ത് നീണ്ട നിഴലുകൾ വരയ്ക്കുന്നു. ആ നിഴലുകൾക്ക് പോലും എന്തെന്നില്ലാത്ത ഒരു മൗനമുണ്ട്. പണ്ട് ഈ മുറ്റത്ത് കുട്ടികളുടെ കിലുക്കാൻ പെട്ടി പോലെയുള്ള ചിരിയും കളിയും നിറഞ്ഞു നിന്നിരുന്നു. ഭർത്താവ് മരിച്ചതിനുശേഷം മക്കൾ ജോലിയും കുടുംബവുമായി നഗരങ്ങളിലേക്ക് ചേക്കേറിയതോടെ ഈ വലിയ വീട് അവർക്ക് ഒരേ സമയം തണലും തടവറയുമായി മാറി. അമ്മേ, ആ വലിയ വീട് വിട്ട് ഇങ്ങോട്ട് പോരെ, അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഞങ്ങൾക്ക് പേടിയാ. മൂത്ത മകൻ രമേശിന്റെ വാക്കുകൾ അവരുടെ കാതിൽ മുഴങ്ങി. പക്ഷേ ഓരോ തൂണിലും ഓരോ കോണിലും ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് വിട്ട് അപരിചിതമായ നഗരത്തിലെ ഫ്ളാറ്റിലെ 4 ചുമരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങാൻ അവരുടെ മനസ്സ് അനുവദിച്ചില്ല. ഇവിടെ മണ്ണുണ്ട്, മരങ്ങളുണ്ട്, പിന്നെ ഗതകാല സ്മരണകളുടെ കുളിരും. സാവിത്രിയമ്മേ, ഇന്നെന്താ പതിവില്ലാത്തൊരാലോചന? സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കാൻ നേരമായി. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കഴുകിവെച്ച് കൈ തുടച്ചുകൊണ്ട് ജാനു ഉമ്മറത്തേക്ക് വന്നു. ജാനുവിന്റെ ചോദ്യം അവരെ ചിന്തകളിൽ നിന്നുണർത്തി. സാവിത്രിയമ്മ ഒന്ന് നെടുവീർപ്പിട്ടോ. ഒന്നുമില്ല ജാനു, രമേശൻ വിളിച്ചിട്ട് 2 ദിവസമായി. തിരക്കായിരിക്കും, എന്നാലും മനസ്സിലൊരു ആധി. അതിനെന്താ അമ്മേ, ടൗണിലല്ലേ, തിരക്കുണ്ടാകും, സമയം കിട്ടുമ്പോൾ വിളിച്ചോളും, ജാനു ആശ്വസിപ്പിച്ചു. ജാനു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ സാവിത്രിയമ്മയും നിശബ്ദതയും മാത്രമാകും ബാക്കി. ലില്ലിക്കുട്ടി. സാവിത്രിയമ്മയുടെ വിളി കേട്ടപാടെ അടുക്കള വശത്തുനിന്ന് വെളുപ്പിൽ തവിട്ടു നിറമുള്ള വരകളുള്ള ഒരു പൂച്ച ഓടിയെത്തി. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. സാവിത്രിയമ്മയുടെ കാലിൽ അവൾ സ്നേഹത്തോടെ ഉരസി. 2 വർഷം മുമ്പ് ഒരു കർക്കിടക മാസരാത്രി. പുറത്ത് തിമിർത്തു പെയ്യുന്ന മഴയും ഇടയ്ക്കിടെ ജനലുകളെ വിറപ്പിക്കുന്ന ഇടിമുഴക്കവും. ആ രാത്രിയിലാണ് സാവിത്രിയമ്മ ഉമ്മറത്തുനിന്ന് നേർത്തൊരു കരച്ചിൽ കേട്ടത്. കാറ്റിന്റെ ഇരമ്പലിനിടയിലും ആ ശബ്ദം അവരുടെ ഉള്ളിൽ തറച്ചു. വാതിൽ തുറന്നു നോക്കുമ്പോൾ തുളസിത്തറയുടെ ചുവട്ടിൽ ചെളിവെള്ളത്തിൽ കുതിർന്ന് വിറച്ചു വിറച്ച് ഒരു പൂച്ചക്കുഞ്ഞ്. കണ്ണുപോലും തുറക്കാത്ത എല്ലും തോലുമായ ഒരു ജീവൻ. സാവിത്രിയമ്മയുടെ ഉള്ളിലെ അമ്മ മനസ്സ് പിടഞ്ഞു. മഴയത്തു നിന്നും അതിനെ വാരിയെടുക്കുമ്പോൾ കൈകളിലേക്ക് പടർന്ന തണുപ്പ് അവരുടെ ഹൃദയത്തിലേക്കും വ്യാപിച്ചു. പഴയൊരു തോർത്തുകൊണ്ട് അതിനെ തുടച്ച് ഇത്തിരി ചൂടുപാൽ സ്പൂണിൽ കോലിക്കൊടുത്തപ്പോൾ അത് ആർത്തിയോടെ കുടിച്ചു. അന്ന് ആ രാത്രിയിൽ തറവാട്ടിലെ ഏകാന്തതയിലേക്ക് ദൈവം അയച്ച കൂട്ടായിരുന്നു ലില്ലി. ഇന്ന് നിനക്ക് മീൻ കിട്ടിയില്ലെന്നാണോ സങ്കടം? സാവിത്രിയമ്മ ലില്ലിയെ മടിയിലിരുത്തി ചോദിച്ചു. ലില്ലി തലയുയർത്തി സാവിത്രിയമ്മയുടെ മുഖത്തേക്ക് നോക്കി മ്യാവൂ എന്ന് നീട്ടി വിളിച്ചു. അത് വെറും ഒരു കരച്ചിലല്ല, മറിച്ച് വ്യക്തമായൊരു മറുപടിയാണെന്ന് സാവിത്രിയമ്മയ്ക്കറിയാം. ശരി ശരി, നാളെ രമേശൻ വരുമ്പോൾ നിനക്ക് മീൻ കൊണ്ടുവരാൻ പറയാം. സാവിത്രിയമ്മ സംസാരിക്കുന്നത് ഓരോന്നും ലില്ലി ശ്രദ്ധയോടെ കേൾക്കും. ചിലപ്പോൾ വാലാട്ടും, ചിലപ്പോൾ ചെവി കൂർപ്പിക്കും. സാവിത്രിയമ്മയുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന ആ വീടിന്റെ കാവൽക്കാരിയായി അവൾ വളർന്നു. സാവിത്രിയമ്മ എവിടെ പോയാലും നിഴൽ പോലെ അവളും കൂടെയുണ്ടാകും. ഭർത്താവ് പോയതിനുശേഷം ഉണ്ടായ ശൂന്യത ഒരു പരിധിവരെ നികത്തിയത് ഈ മിണ്ടാപ്രാണിയാണ്. തൃശൂർ നഗരത്തിന്റെ രാവുകൾക്ക് പകലിനേക്കാൾ വേഗതയുണ്ടെന്ന് രമേശിന് തോന്നിയിട്ടുണ്ട്. നഗരമധ്യത്തിലുള്ള 10ാം നിലയിലെ ഫ്ളാറ്റ്. പുറത്ത് വാഹനങ്ങളുടെ ഇറമ്പൽ നിലയ്ക്കാത്ത പ്രവാഹം പോലെ ഒഴുകുന്നു. മുറിക്കുള്ളിൽ എസിയുടെ മൂളലും ലാപ്ടോപ്പിലെ കീബോർഡ് ശബ്ദവും മാത്രം. സമയം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഓഫീസിലെ തീരാത്ത ഫയലുകളുമായി മല്ലിടുകയാണ് രമേശ്. തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്ന് ഭാര്യ രേഖ കുട്ടികളെ ഉറക്കാൻ പാടുപെടുന്ന ശബ്ദം കേൾക്കാം. ഉറങ്ങു മക്കളെ, നാളെ സ്കൂളിൽ പോകണ്ടേ എന്ന അവളുടെ ചോദ്യത്തിന് കുട്ടികളുടെ ചിരിയാണ് മറുപടി. രമേശേട്ടാ. രേഖ വാതിൽക്കൽ വന്നു നിന്നു. അവളുടെ മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു. ഇന്നും അമ്മയെ വിളിച്ചില്ലേ എന്ന ചോദ്യം ഒരു ചാട്ടപടിയെ പോലെയാണ് രമേശിന് അനുഭവപ്പെട്ടത്. അവൻ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്തു. അയ്യോ, ഇന്നും മറന്നു രേഖേ, മീറ്റിംഗുകളുടെ തിരക്കിലായിപ്പോയി. പിന്നെ പ്രൊജക്ടിന്റെ ഡെഡ്ലൈനും. അവൻ പാതി വഴിയിൽ നിർത്തി. കാരണങ്ങൾ നിരത്തിക്കഴിയുമ്പോഴും ഉള്ളിലെവിടെയോ ഒരു കുറ്റബോധം അവനെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. അവൻ ഫോൺ എടുത്തു നോക്കി. സമയം വൈകിയിരിക്കുന്നു. അമ്മയിപ്പോൾ ഉറങ്ങിക്കാണും. ഇനിയിപ്പോൾ വിളിച്ചാൽ ശരിയാവില്ല, നാളെ രാവിലെ തന്നെ വിളിക്കാം, അവൻ സ്വയം സമാധാനിപ്പിച്ചു.
രമേശിന് അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നഗരജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ പലപ്പോഴും കടമകൾ കൈമോശം വരുന്നു. പെരുവല്ലൂരിലെ ആ പഴയ തറവാടും അവിടെ കാത്തിരിക്കുന്ന അമ്മയും അവന്റെ മനസ്സിന്റെ ഒരു കോണിൽ എപ്പോഴും ഒരു നോവായി അവശേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അമ്മയെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നത് അവൻ ഓർത്തു. കൂടെ ആ പൂച്ച ലില്ലിയും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ലില്ലിയെ പിരിഞ്ഞു നിൽക്കാൻ വയ്യായെന്നതായിരുന്നു കാരണം. പക്ഷേ ഫ്ളാറ്റിലെ അടച്ചിട്ട മുറികൾ അമ്മയ്ക്കും ലില്ലിക്കും ശ്വാസം മുട്ടുന്നതുപോലെയായിരുന്നു. ലില്ലിക്ക് ആ ഗ്ലാസ് ജനലുകൾക്കിപ്പുറം ഇരിക്കുന്നത് വെറുപ്പായിരുന്നു. അവൾ എപ്പോഴും ബാൽക്കണിയിൽ പോയിരുന്ന് താഴേക്ക് നോക്കും. അന്ന് തിരിച്ചു പോകുമ്പോൾ കാറിന്റെ പിൻസീറ്റിലെ ഗ്ലാസിലൂടെ അവൾ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസയും മണലിപ്പുഴയുടെ പാലവും വഴിയരികിലെ മരങ്ങളും അവൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഒരു സാധാരണ പൂച്ചയെപ്പോലെയായിരുന്നില്ല, വഴികൾ ഹൃദയത്തിൽ കുറിച്ചിടുന്ന ഒരു സഞ്ചാരിയെപ്പോലെയായിരുന്നു അവളുടെ നോട്ടം. അമ്മയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടാവില്ലേ രമേശേട്ടാ? രേഖയുടെ ശബ്ദം അവനെ ഓർമ്മകളിൽ നിന്നുണർത്തി. പേടിയുണ്ടാകും, പക്ഷെ ആ വീട് വിട്ടുവരാൻ അമ്മയ്ക്ക് അതിലും പേടിയാണ്. രമേശ് നെടുവീർപ്പിട്ടു. അടുത്ത ആഴ്ച നമുക്ക് നാട്ടിൽ പോയി അമ്മയൊന്ന് കാണണം. അവൻ ലാപ്ടോപ്പ് മടക്കിവെച്ചു. ജനലിലൂടെ പുറത്തെ നഗര വെളിച്ചങ്ങളിലേക്ക് നോക്കി. അവിടെ എവിടെയോ ഇരുളിൽ പെരുവല്ലൂരിലെ വീടും അമ്മയും തന്നെ കാത്തിരിക്കുന്നു എന്ന ചിന്ത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അടുത്ത ദിവസം ഉച്ചസമയം. വെയിൽ മുറ്റത്ത് കനത്തു തുടങ്ങിയിരുന്നു. ജാനി നേരത്തെ ജോലി കഴിഞ്ഞു പോയി കഴിഞ്ഞു. വീട് വീണ്ടും അതിന്റെ പതിവ് നിശബ്ദതയിലേക്ക് ചുരുങ്ങി. ഉച്ചയൂണ് കഴിഞ്ഞ അടുക്കളയിൽ എന്തോ തിരയുകയായിരുന്നു സാവിത്രിയമ്മ. പെട്ടെന്നാണ് അവരുടെ കണ്ണ് തട്ടിൻപുറത്തെ പഴയ അച്ചാർ ഭരണിയിൽ ഉടക്കിയത്. കണ്ണിമാങ്ങ അച്ചാർ. അടുത്ത തവണ രമേശൻ വരുമ്പോൾ അവനു കൊടുക്കാൻ കരുതി വെച്ചതാണ്. ഒന്ന് നോക്കട്ടെ, അതിനി പൂപ്പൽ പിടിച്ചോ എന്തോ, അവർ സ്വയം പിറുപിറുത്തു. അവർ മൂലക്കിട്ടിരുന്ന പഴയ തടിസ്റ്റൂള് വലിച്ചിട്ടു. പ്രായത്തിൻ്റെതായ അവശതകളുണ്ടെങ്കിലും മനസ്സിലെ ആഗ്രഹം അവരെ അതിനു പ്രേരിപ്പിച്ചു. വിറയ്ക്കുന്ന കാലുകളോടെ അവർ സ്റ്റൂളിൽ കയറി നിന്നു. കൈ നീട്ടി ഭരണിയുടെ വായ് വട്ടത്തിൽ പിടിച്ചു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിച്ച സ്റ്റൂളിന്റെ ഒരു കാല് പെട്ടെന്നൊടിഞ്ഞു. അയ്യോ! ഒരു നിമിഷം. വായുവിൽ കൈകാലിട്ടടിച്ച് നിയന്ത്രണം വിട്ട് സാവിത്രിയമ്മ പിന്നിലേക്ക് മറിഞ്ഞു. കനത്ത ശബ്ദത്തോടെ അവർ ടൈൽസ് പാകിയ തറയിലേക്ക് വീണു. കൂടെ ആ വലിയ ഭരണിയും ഉടഞ്ഞ് അച്ചാറ് തറയിലാകെ പടർന്നു. അമ്മേ എന്നൊരു നിലവിളി അവരുടെ തൊണ്ടയിൽ കുരുങ്ങി. നടുതറയിൽ ശക്തിയായി ഇടിച്ചു. ഒരു മിന്നൽ പിണം നട്ടലിലൂടെ പാഞ്ഞുപോയതുപോലെ അവർക്ക് തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറി. കുറച്ചു നേരത്തേക്ക് ബോധം മറഞ്ഞു. പിന്നെ മെല്ലെ കണ്ണു തുറന്നപ്പോൾ ഭയങ്കരമായ വേദന ശരീരം മുഴുവൻ വരിഞ്ഞുമുറുക്കി. എഴുന്നേൽക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഞെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞു. കാലുകൾ അനങ്ങുന്നില്ല. അരയ്ക്ക് താഴെ ശരീരം മരവിച്ചതുപോലെ, സ്വന്തം കാലുകൾ അന്യമായതുപോലെ ഒരവസ്ഥ. ദൈവമേ, എനിക്കെന്തുപറ്റി? അവർ കൈകൾ കുത്തി എഴുന്നേൽക്കാൻ നോക്കി. പക്ഷെ വേദനയുടെ കാഠിന്യം കൊണ്ട് അവർ വീണ്ടും തറയിലേക്ക് വീണു. ഡൈനിങ് ടേബിളിന്റെ മുകളിൽ അവരുടെ മൊബൈൽ ഫോൺ ഇരിക്കുന്നത് അവർ കണ്ടു. വെറും 10 അടി ദൂരം. പക്ഷെ ഇപ്പോൾ അത് കിലോമീറ്ററുകൾ അകലെയാണെന്ന് അവർക്ക് തോന്നി. ആരെങ്കിലും ഒന്ന് ഓടിവരണേ, അവർ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ ശബ്ദം ദുർബലമായിരുന്നു. അടച്ചിട്ട് ജനലുകൾക്കും വാതിലുകൾക്കും അപ്പുറത്തേക്ക് ആ നിലവിളി എത്തില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ജാനു ഇനി നാളെ രാവിലെയേ വരൂ. ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. നിസ്സഹായതയുടെയും ഭയത്തിന്റെയും തണുപ്പ് ആ ഉച്ചവെയിലിലും അവരെ പൊതിഞ്ഞു. തറയിൽ പടർന്ന അച്ചാറിന്റെ രൂക്ഷഗന്ധവും മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ കിർ കിർ ശബ്ദവും മാത്രം അവർക്ക് കൂട്ടായി. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ആ നൂൽപാലത്തിൽ പെരുവല്ലൂരിലെ തറവാട്ടിലെ തണുത്ത തറയിൽ സാവിത്രിയമ്മ ഒറ്റയ്ക്കായി. സന്ധ്യയുടെ ചുവപ്പ് മാറി ഇരുട്ടു വീടിനകത്തേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. ജനലളികളിലൂടെ വന്ന വെളിച്ചം ഓരോ നിമിഷവും മാഞ്ഞുകൊണ്ടിരുന്നു. സാവിത്രിയമ്മയ്ക്ക് സമയം എത്രയായെന്നറിയില്ല. ഘടികാരത്തിന്റെ ടിക് ടിക് ശബ്ദം മാത്രം ആ വലിയ മുറിയിൽ മുഴങ്ങിക്കേട്ടു. അതവരുടെ ഹൃദയമിടിപ്പ് പോലെ തോന്നി. ദാഹം, സഹിക്കാനാവാത്ത ദാഹം. തൊണ്ട വരണ്ടു. ഒരെട്ടി വെള്ളത്തിനായി അവരുടെ നാവ് കൊതിച്ചു. അടുക്കളയിലെ കൂജയിൽ നിറയെ വെള്ളമുണ്ട്, പക്ഷെ അനന്തമായ ദൂരത്താണെന്ന് തോന്നി. അമ്മേ എന്നവരുടെ വിളി പുറത്തേക്ക് വന്നില്ല. ചുണ്ടുകൾ വിറച്ചു. ലില്ലി, അവൾ സാവിത്രിയമ്മയുടെ ചുറ്റും നടക്കുകയാണ്. പതിവില്ലാത്ത ഈ കിടപ്പ് അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. സാധാരണ ഈ സമയത്ത് അമ്മ വിളക്ക് കൊളുത്തും, നാമം ചെല്ലും, പിന്നെ അവൾക്ക് പാൽ തരും. ഇന്നിതൊന്നുമില്ല. വീട് ശവപ്പറമ്പ് പോലെ നിശബ്ദമാണ്. മ്യാവ്, അവൾ തന്റെ ചെറിയ മൂക്കുകൊണ്ട് സാവിത്രിയമ്മയുടെ കവിളിൽ തട്ടി. പരുക്കൻ നാവുകൊണ്ട് കൈകളിൽ നക്കി. ലില്ലി, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ മോളെ. സാവിത്രിയമ്മ കണ്ണു നിറഞ്ഞൊഴുകി. രാത്രി കനത്തു. പുറത്ത് ചീവീടുകളുടെ കരച്ചിൽ കേൾക്കാം. ജനലിനു പുറത്ത് മരങ്ങൾ കാറ്റിൽ ആടിയുലയുന്നത് നിഴലുകളായി തറയിൽ വീണു.
സാവിത്രി അമ്മയ്ക്ക് തന്റെ ഭർത്താവിനെ ഓർമ്മ വന്നു. മരിക്കാൻ സമയമായോ? ആരും അറിയാതെ, ഒരിറ്റ് വെള്ളം പോലും കിട്ടാതെ. വിശപ്പ് സാവിത്രി അമ്മയേക്കാൾ കൂടുതൽ ലില്ലിയെ ബാധിച്ചിരുന്നു. പക്ഷെ അവൾ ഭക്ഷണം തേടി പുറത്തുപോയില്ല. അമ്മയെ തനിച്ചാക്കാൻ അവൾക്ക് ഭയമായിരുന്നു. അപ്പോഴാണ് അവൾക്ക് അടുക്കളയിൽ രാവിലെ സാവിത്രി അമ്മ ചായ കുടിച്ചപ്പോൾ താഴെ വീണ ബിസ്ക്കറ്റ് കഷ്ണം ഓർമ്മ വന്നത്. അവൾ ഇരുട്ടിലൂടെ അടുക്കളയിലേക്ക് ഓടി. മണം പിടിച്ച് ആ ബിസ്ക്കറ്റ് കഷ്ണം കണ്ടെത്തി. സാവിത്രി അമ്മ വേദന കൊണ്ട് മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. പെട്ടെന്ന് ചുണ്ടിലെന്തോ തടയുന്നതുപോലെ തോന്നി. കണ്ണു തുറന്നു നോക്കുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ ലില്ലി നിൽക്കുന്നു. അവളുടെ വായിൽ നിന്ന് ആ ബിസ്ക്കറ്റ് കഷ്ണം സാവിത്രി അമ്മയുടെ ചുണ്ടിനോട് ചേർന്ന് വീണു. കഴിക്ക് എന്നു പറയുന്നതുപോലെ അവളൊന്ന് അമറി. സാവിത്രി അമ്മയുടെ ഉള്ളം ഉരുകിപ്പോയി. മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കാത്ത ഈ അവസ്ഥയിൽ ഒരു മിണ്ടാപ്രാണി തന്റെ വിശപ്പറിയുന്നു. എന്റെ പൊന്നു മോളെ, അവർ വിതുമ്പി. കൈ അനക്കാൻ ത്രാണിയില്ലായിരുന്നുവെങ്കിലും മനസ്സുകൊണ്ട് അവർ ലില്ലിയെ വാരി പുണർന്നു. ആ ബിസ്ക്കറ്റ് കഴിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ അത് നൽകിയ ആശ്വാസം അമൃതിനേക്കാൾ വലുതായിരുന്നു. ഇരുട്ടിൽ ആ തണുത്ത തറയിൽ സാവിത്രി അമ്മയും ലില്ലിയും പരസ്പരം ചൂടുപറ്റിക്കിടന്നു. നിശബ്ദതയുടെ ആ രാത്രിയിൽ സ്നേഹം മാത്രമായിരുന്നു അവർക്ക് കൂട്ട്. 2-ാം ദിവസത്തെ സൂര്യൻ പെരുവല്ലൂരിന്റെ ആകാശത്തുദിച്ചു. പക്ഷികളുടെ കലപില ശബ്ദം തറവാടിന്റെ മുറ്റത്തു മുഴങ്ങി. പക്ഷെ അകത്തളത്തിൽ മാത്രം മരണം മണക്കുന്ന നിശബ്ദതയായിരുന്നു. ജനലഴികളിലൂടെ വന്ന വെളിച്ചം സാവിത്രി അമ്മയുടെ മുഖത്ത് വീണു. അവർക്ക് ബോധമുണ്ടായിരുന്നില്ല. ശ്വാസോച്ഛ്വാസം വളരെ നേർത്തതായിരുന്നു. ലില്ലി സാവിത്രി അമ്മയുടെ നെഞ്ചിൽ തന്റെ കാതുകൾ ചേർത്തുവെച്ചു. ആ ഹൃദയമിടിപ്പ് ഒരു ചെറിയ കിളിയുടെ ചിറകടി പോലെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ലില്ലിക്ക് വിശപ്പും ദാഹവും കൊണ്ട് നിൽക്കാൻ വയ്യായിരുന്നു. പക്ഷെ അതിനേക്കാൾ അവളെ ഭയപ്പെടുത്തിയത് സാവിത്രി അമ്മയുടെ ഈ ഉറക്കമാണ്. മൃഗങ്ങൾക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയുമെന്ന് പറയാറുണ്ട്. ഈ വീട് ഇപ്പോൾ സാവിത്രി അമ്മയുടെ ശവകുടീരമായി മാറാൻ പോകുകയാണെന്ന് ലില്ലിയുടെ ഉള്ളിലെ സഹജാവബോധം മന്ത്രിച്ചു. ഇവിടെ ആരും വരില്ല. അവൾ അടുക്കളയിൽ പോയി നോക്കി. വാതിലുകളെല്ലാം അടഞ്ഞുകിടക്കുന്നു. ജാനു വരാൻ ഇനിയും സമയമെടുക്കും. ഒരുപക്ഷെ ഇന്നവൾ വന്നില്ലെങ്കിലോ? സമയം വൈകുന്തോറും അമ്മയുടെ ജീവൻ അപകടത്തിലാവുകയാണ്. അവൾ ജനൽത്തിണ്ണയിൽ കയറി പുറത്തേക്ക് നോക്കി. ദൂരെ വഴിയിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. പെട്ടെന്ന് അവളുടെ ഓർമ്മയിൽ ഒരു മുഖം തെളിഞ്ഞു. രമേശ്, സാവിത്രി അമ്മയുടെ മകൻ. അവന്റെ ശരീരത്തിനൊരു പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. സുരക്ഷിതത്വത്തിന്റെ ഗന്ധം. പണ്ട് ആ കാറിൽ കയറി പോയപ്പോൾ അവൾ കണ്ട കാഴ്ചകൾ, ടൗണിലെ ഫ്ലാറ്റ്, അവിടുത്തെ മണം, എല്ലാം അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവിടെ പോയാൽ രമേശിനെ കാണാം. അവനെ കൂട്ടിക്കൊണ്ടുവന്നാൽ അമ്മയെ രക്ഷിക്കാം. അതൊരു ചിന്തയായിരുന്നില്ല, മറിച്ചൊരു ഉൾവിളിയായിരുന്നു. പക്ഷെ അവിടേക്കുള്ള ദൂരം ആലോചിക്കാൻ സമയമില്ല. ലില്ലി തിരികെ സാവിത്രി അമ്മയുടെ അടുത്തെത്തി. അവരുടെ മരവിച്ച കവിളിൽ അവൾ തന്റെ പരുക്കൻ നാവുകൊണ്ട് അവസാനമായി ഒന്ന് നക്കി. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം, അമ്മ കാത്തിരിക്കണം എന്നു പറയുന്നതുപോലെ അവളൊന്ന് കുറുകി. സാവിത്രി അമ്മയുടെ കൈവിരലുകൾക്കിടയിൽ അവൾ തല മുട്ടിച്ചു. പിന്നെ അവൾ തിരിഞ്ഞു നോക്കിയില്ല. അടുക്കളയിലെ ജനലിന്റെ ഒരു പാളി അല്പം തുറന്നു കിടക്കുകയായിരുന്നു. സാധാരണ അവൾ അതിലൂടെ പോകാറില്ല. പക്ഷെ ഇന്നവൾക്ക് പോയേ തീരൂ. അവൾ വലിഞ്ഞു കയറി ആ വിടവിലൂടെ നൂഴിഞ്ഞിറങ്ങി. മുറ്റത്തെ മണലിലേക്ക് അവൾ ചാടി. വെയിൽ കനത്തു തുടങ്ങിയിരുന്നു. ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ അവൾ പുറത്തിറങ്ങി. മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന പെരുവല്ലൂരിലെ ഇടവഴി. ഇതിനു മുൻപ് അവൾ ഈ ഗേറ്റ് കടന്ന് തനിച്ചു പോയിട്ടില്ല. ഭയം അവളുടെ കാലുകളെ പിന്നോട്ട് വലിച്ചു. പക്ഷേ അകത്ത് ജീവനുവേണ്ടി പൊരുതുന്ന സാവിത്രി അമ്മയുടെ മുഖം അവൾക്ക് ധൈര്യം നൽകി. അവളൊരു ദീർഘശ്വാസം വിട്ടു. വായുവിൽ രമേശിന്റെ ഫ്ളാറ്റിലേക്കുള്ള വഴിയുടെ നേർത്ത ഗന്ധം പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ലില്ലി ഓടാൻ തുടങ്ങി. പെരുവല്ലൂരിൽ നിന്ന് തൃശൂർ ടൗണിലേക്കുള്ള ദൂരം ഒരു പൂച്ചയുടെ കുഞ്ഞു കാലുകൾക്ക് താങ്ങാവുന്നതിലും എത്രയോ അധികമായിരുന്നു. എങ്കിലും ലില്ലി നടന്നു. തുടക്കത്തിൽ പരിചിതമായ നാട്ടിടവഴികൾ അവൾക്ക് ആശ്വാസം നൽകി. പക്ഷേ ഇടവഴി അവസാനിക്കുകയും ടാറിട്ട മെയിൻ റോഡ് തുടങ്ങുകയും ചെയ്തതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഉച്ചവെയിൽ റോഡിൽ ഉരുകി ഒലിക്കുകയായിരുന്നു. ടാറിന്റെ ചൂട് ലില്ലിയുടെ പാദങ്ങളെ പൊള്ളിച്ചു. ഓരോ തവണ കാൽ വയ്ക്കുമ്പോഴും വേദന കൊണ്ടവൾ പിടഞ്ഞു. എങ്കിലും നിന്നില്ല. വഴിയരികിലെ പുല്ലുകളിലൂടെയും തണലുകളിലൂടെയും അവൾ മുന്നോട്ട് നീങ്ങി. ഭയത്തിന്റെ ശബ്ദങ്ങൾ പെട്ടെന്നൊരു വലിയ മുഴക്കത്തോടെ ഒരു ലോറി പാഞ്ഞുവന്നു. കാതടപ്പിക്കുന്ന ഹോൺ ശബ്ദം ലില്ലിയെ നടുക്കി. ഭയന്ന് വിറച്ച് അവൾ അടുത്തുള്ള ഒരു ഓടയിലേക്ക് ചാടി. ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. ആ ഭീമൻ യന്ത്രങ്ങൾ അവളെ വിഴുങ്ങാൻ വരുന്ന രാക്ഷസന്മാരെ പോലെ തോന്നി. പൊടിയും പുകയും
അവളുടെ ശ്വാസകോശത്തിൽ നിറഞ്ഞു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് തെരുവ് നായ്ക്കളുടെ ഒരു കൂട്ടം അവളെ കണ്ടത്. വൗ വൗ കുരച്ചുകൊണ്ട് അവർ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. മരണഭയം ലില്ലിയുടെ സിരകളിൽ പാഞ്ഞുകയറി. അവൾ സർവ്വശക്തിയുമെടുത്തോടി. തൊട്ടടുത്ത് കണ്ട ഒരു വലിയ ആൽമരത്തിൽ വലിഞ്ഞു കയറി. താഴെ നായ്ക്കൾ കുരച്ചു ചാടുന്നു. മരക്കൊമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ലില്ലി കിതക്കുകയായിരുന്നു. വിശപ്പുകൊണ്ട് വയറു കത്തുന്നു. ദാഹം കൊണ്ട് നാവ് വരണ്ടു. തിരിച്ചു പോയാലോ എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. പക്ഷേ സാവിത്രി അമ്മയുടെ മുഖം ഓർമ്മ വന്നപ്പോൾ അവൾ ആ ചിന്ത ഉപേക്ഷിച്ചു. നായ്ക്കൾ പോകുന്നതുവരെ അവൾ അവിടെ തന്നെ ഇരുന്നു. ദിശാബോധം എങ്ങനെയാണ് ലില്ലി വഴി കണ്ടുപിടിക്കുന്നത്? പൂച്ചകൾക്ക് പ്രകൃതി നൽകിയൊരു മാന്ത്രിക വിദ്യയുണ്ട്, ഗന്ധത്തിലൂടെ വഴിയറിയാൻ. രമേശിന്റെ കാർ പലതവണ പോയിട്ടുള്ള ഈ വഴിയിൽ ടയറുകളുടെ നേർത്ത ഗന്ധം അവൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. കാറ്റിന്റെ ഗതിയും സൂര്യന്റെ സ്ഥാനവും അവളെ സഹായിച്ചു. സന്ധ്യയായി. വഴിവിളക്കുകൾ മിഴി തുറന്നു. മണിപ്പുഴയുടെ പാലം അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. താഴെ പുഴയുടെ ഒഴുക്കിന്റെ ശബ്ദം. പാലത്തിനു മുകളിലൂടെയുള്ള കാറ്റും വാഹനങ്ങളുടെ വെളിച്ചവും അവളെ അമ്പരപ്പിച്ചു. കൈവരിയോട് ചേർന്ന് നിഴലുകളിൽ ഒളിച്ചുകൊണ്ട് അവൾ പാലം കടന്നു. ഓരോ ചുവടും ഒരു യുദ്ധമായിരുന്നു. വിശപ്പും ക്ഷീണവും അവളെ തളർത്തിക്കൊണ്ടിരുന്നു. പക്ഷെ സ്നേഹമെന്ന ഇന്ധനം അവളെ മുന്നോട്ട് നയിച്ചു. നഗരത്തിന്റെ വെളിച്ചങ്ങൾ ദൂരെ കാണാറായി. അവിടെയാണ് അവളുടെ ലക്ഷ്യം. അവിടെയാണ് സാവിത്രി അമ്മയുടെ ജീവൻ തിരിച്ചുപിടിക്കാനുള്ള മരുന്ന്. ലില്ലി തന്റെ കുഞ്ഞുകാലുകൾക്കാവുന്നത്ര വേഗത്തിൽ ഇരുട്ടിനെ കീറിമുറിച്ച് മുന്നോട്ടു കുതിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ ലില്ലി നഗരത്തിലെത്തി. ഗ്രാമത്തിലെ ഇരുളും നിശബ്ദതയും ശീലിച്ച അവൾക്ക് നഗരമൊരു അന്യഗ്രഹമായി തോന്നി. എവിടെ നോക്കിയാലും കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചങ്ങൾ. നിയോൺ ബോർഡുകൾ മിന്നിമറയുന്നു. ഉറക്കമില്ലാത്ത നഗരവീഥികൾ. തൃശൂർ സ്വരാജ് റൗണ്ടിലെ തിരക്കുകൾക്കിടയിൽ അവൾ പകച്ചുപോയി. കാതടപ്പിക്കുന്ന ഹോൺ ശബ്ദങ്ങളും മനുഷ്യരുടെ ബഹളവും അവളെ ഭയപ്പെടുത്തി. ഒരു ഓട്ടോറിക്ഷ അവളുടെ തൊട്ടരികിലൂടെ ചീറിപ്പാഞ്ഞുപോയി. ഭയന്നു വിറച്ച് അവളൊരു കടയുടെ ഷട്ടറിനോട് ചേർന്നു നിന്നു. ഇത്രയും വലിയ ലോകത്തിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ തന്റെ കൊച്ചു രമേശിന്റെ വീടെങ്ങനെ കണ്ടുപിടിക്കും? നിരാശയുടെ കാർമേഘം അവളെ മൂടി. പക്ഷെ പെട്ടെന്ന് കാറ്റിൽ പരിചിതമായൊരു ഗന്ധം. പെട്രോളിന്റെയും പുകയുടെയും മണങ്ങൾക്കിടയിലും രമേശിന്റെ കാറിനുള്ളിലെ ആ പ്രത്യേക സുഗന്ധം, ഒരുതരം ലാവൻഡർ പെർഫ്യൂമിന്റെ മണം അവളുടെ മൂക്കിൽ തറച്ചു. അവൾ ചെവി കൂർപ്പിച്ചു. അതെ, ഇത് ഈ വഴി തന്നെയാണ്. അവൾ വീണ്ടും നടക്കാൻ തുടങ്ങി. വിശപ്പുകൊണ്ട് കാലുകൾ വേച്ചു പോകുകയായിരുന്നു. ഓരോ അടിയും വേദന നിറഞ്ഞതായിരുന്നു. പലപ്പോഴും വഴിതെറ്റി ഇടവഴികളിൽ അകപ്പെട്ടു. അവിടെ കണ്ട പൂച്ചകൾ അവളെ ആക്രമിക്കാൻ വന്നു. അവൾ തിരിഞ്ഞോടി. സമയം പാതിരാത്രിയോടടുത്തു. അവസാനം അവൾ ഒരു വലിയ ഗേറ്റിനു മുന്നിലെത്തി. എലൈറ്റ് ഗാർഡൻസ് എന്ന ബോർഡ്. അതെ, ഇതുതന്നെ. അവൾക്ക് ആശ്വാസം കൊണ്ട് കരച്ചിൽ വന്നു. ഇവിടെയാണ് ഒരിക്കൽ കാറിൽ വന്നിറങ്ങിയത്. ഇവിടെയാണ് രമേശ് ഉള്ളത്. മുകളിൽ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ആ വലിയ കെട്ടിടത്തിന്റെ 10ാം നിലയിൽ തന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാവുന്ന ഒരേയൊരു മനുഷ്യൻ ഉറങ്ങുന്നുണ്ട്. അവൾ ഗേറ്റിനു മുന്നിൽ തളർന്നു വീണു. ശരീരം മുഴുവൻ ചെളിയും അഴുക്കും പുരണ്ടിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. എലൈറ്റ് ഗാർഡൻസ് അപ്പാർട്ട്മെന്റിന്റെ വലിയ ഗേറ്റ്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മയങ്ങുകയായിരുന്നു. ലില്ലി ഗേറ്റിന്റെ കമ്പികൾക്കിടയിലൂടെ അകത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. ഏയ്, ആരുത്? ശബ്ദം കേട്ട് സെക്യൂരിറ്റി ഞെട്ടിയുണർന്നു. ടോർച്ച് വെളിച്ചം ലില്ലിയുടെ മുഖത്തേക്കടിച്ചപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. പോ പോ, ഇങ്ങോട്ട് വന്നേക്കരുത്! അയാൾ വടിയെടുത്ത് നിലത്തടിച്ചു. ലില്ലി ഭയന്ന് പിന്നോട്ടു മാറി. എങ്കിലും അവൾ പോയില്ല. ഇരുളിൽ ഒരു കുറ്റിക്കാടിന്റെ മറവിൽ അവൾ കാത്തുനിന്നു. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. തണുത്ത കാറ്റ് അവളുടെ രോമങ്ങളെ തുളച്ച് അസ്ഥികളിലെത്തി. വിശപ്പിപ്പോഴൊരു മരവിപ്പായി മാറിയിരിക്കുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്ന് ദൂരെ നിന്നൊരു കാറിന്റെ വെളിച്ചം ഗേറ്റിലേക്കടുത്തു. ആ എഞ്ചിൻ ശബ്ദം, അതവൾക്ക് പരിചിതമാണ്. രമേശിന്റെ കാർ. ഗേറ്റ് തുറന്നപ്പോൾ കാർ അകത്തേക്ക് പ്രവേശിച്ചു. രമേശ് വല്ലാതെ ക്ഷീണിതനായിരുന്നു. രാത്രി വൈകിയുള്ള മീറ്റിംഗുകൾ അവനെ തളർത്തിയിരുന്നു. അവൻ കാർ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി പുറത്തിറങ്ങി. ദൈവമേ, ഇന്നും വിളിക്കാൻ പറ്റിയില്ലല്ലോ. അവൻ ഫോണിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു. അപ്പോഴാണ് പാർക്കിംഗ് ഏരിയയുടെ ഇരുളിൽ നിന്ന് ഒരു നിഴൽ അവന് നേരെ ഓടിവന്നത്. മിയാവ് എന്നൊരു ദയനീയമായ കരച്ചിൽ. രമേശ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരാത്? ലില്ലി അവന്റെ കാലുകളിൽ ചുറ്റിപ്പറ്റി. ചെളി പുരണ്ട അവളുടെ ശരീരം അവന്റെ പാന്റിൽ ഉരസി. രമേശ് കുനിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ വികസിച്ചു. ലില്ലി, നീയാണോ ഇത്? അവൻ അവിശ്വസനീയതയോടെ അവളെ തൊട്ടു. അവൾക്ക് മെലിഞ്ഞ എല്ലും തോലുമായതുപോലെ തോന്നി. നീ എങ്ങനെ ഇവിടെ എത്തി? അമ്മ എവിടെ? ആ ചോദ്യം കേട്ടതും ലില്ലി ഉറക്കെ കരഞ്ഞു.
അതൊരു സാധാരണ പൂച്ചയുടെ കരച്ചിലായിരുന്നില്ല. ഒരു കുഞ്ഞിന്റെ വിലാപം പോലെ അതാ പാർക്കിംഗ് ഏരിയയിൽ മുഴങ്ങി. അവൾ രമേശിന്റെ പാന്റിന്റെ അറ്റത്ത് പല്ലുകൊണ്ട് കടിച്ചു വലിച്ചു. "എന്താ ലില്ലി, നിനക്ക് വിശക്കുന്നുണ്ടോ?" അവൻ അവളെ എടുക്കാൻ തുനിഞ്ഞു. പക്ഷെ അവൾ കൈകളിൽ നിന്ന് വഴുതിമാറി ഗേറ്റിന്റെ ദിശയിലേക്ക് ഓടി. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി. വീണ്ടും ഓടിവന്ന് അവന്റെ കാലിൽ കടിച്ചു വലിച്ചു. രമേശിന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഈ പെരുമാറ്റം, ഇത് വെറുതെയല്ല. ലില്ലി അവനെ എവിടേക്കോ വിളിക്കുകയാണ്. അമ്മയുടെ ഫോൺ 2 ദിവസമായി സ്വിച്ച് ഓഫാണ്. ലില്ലി കിലോമീറ്ററുകൾ താണ്ടി ഒറ്റയ്ക്ക് ക്ഷീണിച്ച് അവശയായി ഇവിടെ വന്നിരിക്കുന്നു. അവൾ തിരികെ പോകാൻ വെമ്പുകയാണ്. അമ്മയ്ക്ക് എന്തോ ആപത്തുണ്ട് ഉറപ്പ്. രമേശ് ഫോണിൽ ഭാര്യയോട് പറയുമ്പോൾ അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ കാറിൽ കയറി. ലില്ലി മുൻസീറ്റിൽ അവന്റെ തൊട്ടടുത്തിരുന്നു. കാർ നഗരം വിട്ട് ഹൈവേയിലേക്ക് കയറി. ആക്സിലറേറ്ററിൽ കാലമർത്തുമ്പോൾ രമേശിന്റെ ഹൃദയവും അതേ വേഗത്തിൽ പാഞ്ഞു. രാത്രിയുടെ കറുത്ത തിരശീല കീറിമുറിച്ച് കാറിന്റെ ഹെഡ്ലൈറ്റുകൾ മുന്നോട്ടു നീണ്ടു. ലില്ലി ശാന്തയായിരുന്നില്ല. അവൾ ഇടയ്ക്കിടെ സീറ്റിൽ എഴുന്നേറ്റു നിൽക്കും. മുന്നിലെ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കി ഉറക്കെ കരയും. "എത്താം ലില്ലി, വേഗമെത്താം." രമേശ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ ഉള്ളിലും തീയായിരുന്നു. അവൻ വീണ്ടും അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. "നിങ്ങൾ വിളിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫാണ്." ആ യാന്ത്രികമായ ശബ്ദം അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതുപോലെ തോന്നി. 2 ദിവസമായി അമ്മയെ വിളിച്ചിട്ട്. എത്ര വലിയ തെറ്റാണ് താൻ ചെയ്തത്. തിരക്കുകൾക്കിടയിൽ അമ്മയെ മറന്നുപോയ മകൻ. പ്രായമായ അമ്മ തനിച്ചാണെന്ന കാര്യം താൻ സൗകര്യപൂർവ്വം വിസ്മരിച്ചു. കുറ്റബോധം അവനെ വേട്ടയാടി. മഴ ചാറാൻ തുടങ്ങി. വൈപ്പറിന്റെ കിർ കിർ ശബ്ദം മാത്രം കാറിനുള്ളിലെ നിശബ്ദതയെ ഭേദിച്ചു. ഓരോ കിലോമീറ്റർ കഴിയുന്തോറും ലില്ലിയുടെ അസ്വസ്ഥത കൂടിക്കൂടി വന്നു. അവൾ രമേശിന്റെ കൈയിൽ മാന്തി. വേഗത കൂട്ടാനെന്ന വണ്ണം അവൾ അമറിക്കൊണ്ടിരുന്നു. പെരുവല്ലൂരിലേക്കുള്ള വഴി തിരിഞ്ഞു. വെളിച്ചമില്ലാത്ത ഇടവഴികൾ. മരങ്ങൾ പ്രേതരൂപങ്ങളെപ്പോലെ കാറിനു മുകളിലൂടെ വളഞ്ഞു നിന്നു. വീട്ടിനടുത്തെത്താറായപ്പോൾ ലില്ലി സീറ്റിൽ നിന്ന് ചാടി ഡാഷ്ബോർഡിലേക്ക് കയറി. അവൾ ഗ്ലാസിൽ നഖം കൊണ്ട് മാന്തി. "ദൈവമേ, അമ്മയ്ക്കൊന്നും വരുത്തല്ലേ," രമേശ് പ്രാർത്ഥിച്ചു. തറവാടിന്റെ ഗേറ്റ് കണ്ടതും ലില്ലി വലിയ ശബ്ദത്തിൽ കരഞ്ഞു. ആ കരച്ചിൽ ഒരപായ സൂചനയായിരുന്നു. രമേശ് ബ്രേക്ക് ചവിട്ടി. കാർ നിൽക്കും മുന്നേ ലില്ലി ചാടിയിറങ്ങാൻ വെമ്പുകയായിരുന്നു. കാറിന്റെ ചക്രങ്ങൾ മുറ്റത്തെ മണലിൽ കിതച്ചുകൊണ്ടു നിന്നു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം തറവാടിന്റെ അടച്ചിട്ട ജനാലകളിൽ കതിച്ചു. വീട് മരണത്തിന്റെ നിശബ്ദതയിൽ മുങ്ങി നിൽക്കുകയാണെന്ന് രമേശിന് തോന്നി. ഒരു ലൈറ്റ് പോലും തെളിഞ്ഞിട്ടില്ല. രമേശ് കാറിൽ നിന്ന് ചാടിയിറങ്ങി. ലില്ലി അവനു മുന്നേ ഓടി വരാന്തയിലെത്തി. അവൾ വാതിലിൽ മാന്തിക്കൊണ്ട് ഉറക്കെ കരഞ്ഞു. "അമ്മേ!" രമേശിന്റെ വിളി തൊണ്ടയിൽ കുരുങ്ങി. മറുപടിയില്ല. ചീവിടികളുടെ ശബ്ദം മാത്രം. അവൻ ഭ്രാന്തനെപ്പോലെ മുൻവാതിലിൽ തട്ടി. അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. "അമ്മേ, വാതിൽ തുറക്കൂ!" അവൻ അലറി. ലില്ലി അവനെ അടുക്കളവശത്തേക്ക് വിളിച്ചു. അവൾ അടുക്കളവാതിലിനു മുന്നിൽ നിന്ന് മുകളിലേക്ക് നോക്കി കരഞ്ഞു. രമേശ് അങ്ങോട്ടോടി. അടുക്കളവാതിലും പൂട്ടിയിരിക്കുകയാണ്. ദൈവമേ! അവൻ ചുറ്റും നോക്കി. മുറ്റത്ത് കിടന്ന ഒരു വലിയ കല്ലെടുത്ത് അവൻ വാതിലിന്റെ പൂട്ട് ലക്ഷ്യമാക്കി ഇടിച്ചു. 1, 2, 3. പഴകിയ തടിവാതിൽ വലിയൊരു ശബ്ദത്തോടെ തുറന്നു. അകത്ത് കൂരിരുട്ട്, ഒപ്പം പഴകിയ അച്ചാറിന്റെയും അടച്ചിട്ട മുറിയുടെയും ഗന്ധം. രമേശ് മൊബൈലിന്റെ ടോർച്ച് തെളിച്ചു. "അമ്മേ!" എന്ന് രമേശിന്റെ ശബ്ദം വിറച്ചു. അടുക്കളയിൽ ആരുമില്ല. അവൻ ഹാളിലേക്കോടി. ഡൈനിങ് ഹാളിന്റെ മൂലയിൽ ടൈൽസ് പാകിയ തറയിൽ ഒരു രൂപം ചുരുണ്ടു കിടക്കുന്നു. രമേശിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അവൻ ഓടി അടുത്തെത്തി. അമ്മ, സാവിത്രി അമ്മ അനക്കമില്ലാതെ കിടക്കുകയാണ്. ചുറ്റും ഉണങ്ങിയ അച്ചാർ പടർന്നു കിടക്കുന്നു. "അമ്മേ!" അവൻ അമ്മയുടെ തല മടിയിലേക്കെടുത്തു. ശരീരം ഐസ് പോലെ തണുത്തിരുന്നു. "അമ്മേ, കണ്ണു തുറക്കൂ!" അവൻ പൊട്ടിക്കരഞ്ഞു. രമേശ് വിറയ്ക്കുന്ന കൈകളോടെ അമ്മയുടെ മൂക്കിനു താഴെ വിരൽ വെച്ചു. നേരിയ, വളരെ നേരിയ ശ്വാസം. ജീവനുണ്ട്. അവൻ വേഗം അടുക്കളയിൽ പോയി കുറച്ചു വെള്ളം കൊണ്ടുവന്നു. അമ്മയുടെ മുഖത്ത് തളിച്ചു. ചുണ്ടുകൾ നനച്ചുകൊടുത്തു. സാവിത്രി അമ്മ മെല്ലെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു. ആ കണ്ണുകളിൽ ജീവന്റെ വെളിച്ചം മങ്ങിത്തുടങ്ങിയിരുന്നു. മകനെ കണ്ടപ്പോൾ ആ ചുണ്ടുകളിൽ നേർത്ത ഒരു പുഞ്ചിരി വിരിഞ്ഞു. രമേശ!" ശബ്ദം പുറത്തു വന്നില്ല. അപ്പോഴേക്കും ലില്ലി ഓടിവന്ന് അമ്മയുടെ നെഞ്ചിലേക്ക് കയറി. അവൾ സാവിത്രിയമ്മയുടെ മുഖത്ത് നക്കി. കണ്ണീർ നനവുള്ള കവിളുകളിൽ അവൾ തലമുട്ടിച്ചു. സാവിത്രിയമ്മയുടെ തളർന്ന കൈ മെല്ലെ ഉയർന്നു. വിറയലോടെ ആ കൈ ലില്ലിയുടെ തലയിൽ തൊട്ടു. "ലില്ലി, നീ..." ആ കാഴ്ച കണ്ട് രമേശ് തേങ്ങിപ്പോയി. "ഈ മിണ്ടാപ്രാണിയില്ലായിരുന്നെങ്കിൽ..." "ഒന്നും പേടിക്കാനില്ല അമ്മേ, ഞാൻ വന്നു. നമുക്ക് ആശുപത്രിയിൽ പോകാം." രമേശ് അമ്മയെ വാരിയെടുത്തു. ഭാരമില്ലാത്ത ആ ശരീരം അവന്റെ കൈകളിൽ ഒതുങ്ങി.
അവൻ പുറത്തേക്ക് നടക്കുമ്പോൾ ലില്ലി രാജകീയമായി ഒരു രക്ഷകയെപ്പോലെ അവർക്ക് മുന്നിൽ നടന്നു. വീടിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക്. രമേശ് കാറുമായി ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിനു മുന്നിൽ ബ്രേക്കിട്ടു. ഇമർജൻസി, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്ട്രെച്ചറുമായി ഓടിയെത്തിയ ജീവനക്കാർ സാവിത്രി അമ്മയെ അകത്തേക്ക് കൊണ്ടുപോയി. ICUവിന്റെ മുന്നിലെ ഇടനാഴിയിൽ സമയം മരവിച്ചു നിൽക്കുന്നതുപോലെ രമേശിന് തോന്നി. ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായിരുന്നു. ഡോക്ടർമാർ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്നു. ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ യന്ത്രങ്ങളുടെ ശബ്ദങ്ങൾ. സാവിത്രിയമ്മയുടെ മകൻ? ഡോക്ടർ പുറത്തിറങ്ങി വിളിച്ചു. രമേശ് ഓടിച്ചെന്നു. ഭാഗ്യം, വലിയൊരു ഭാഗ്യമെന്നേ പറയാനുള്ളൂ. കഠിനമായ നിർജ്ജലീകരണം, സിവിയർ ഡീഹൈഡ്രേഷൻ, ഒപ്പം നട്ടെല്ലിന് ക്ഷതവും. രക്തസമ്മർദ്ദം അപകടകരമായ നിലയിലായിരുന്നു. ഇനിയും 1 മണിക്കൂർ വൈകിയിരുന്നെങ്കിൽ. ഡോക്ടർ ഒന്ന് നിർത്തി. ആ വാക്കുകൾ രമേശിന്റെ ഉള്ളിലൊരു തീക്കനൽ പോലെ വീണു. ഇപ്പോൾ അപകടനില തരണം ചെയ്തു, പേടിക്കാനില്ല. രമേശ് തളർന്ന് കസേരയിലിരുന്നു. കണ്ണുനീർ അവന്റെ കവിളിലൂടെ ഒഴുകി. അപ്പോഴാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ വന്നത്. സർ, കാറിലൊരു പൂച്ചയുണ്ട്, അത് നിർത്താതെ കരയുകയാണ്. രമേശ് ഞെട്ടി. ലില്ലി. തിരക്കിനിടയിൽ അവളെ കാറിൽ തന്നെ വിട്ടുപോയതാണ്. അവൻ ഓടി കാറിനടുത്തേക്ക് ചെന്നു. ലില്ലി ഗ്ലാസിൽ മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവളെ പുറത്തിറക്കി. ലില്ലി? സാധാരണ ആശുപത്രിയിൽ മൃഗങ്ങളെ അനുവദിക്കാറില്ല. പക്ഷേ രമേശ് ഡോക്ടറോട് കാര്യം പറഞ്ഞു. ഡോക്ടർ, ഇവളാണ് അമ്മയെ രക്ഷിച്ചത്. ഇവളില്ലായിരുന്നെങ്കിൽ. അവന്റെ തൊണ്ടയിടറി. ലില്ലിയുടെ കഥ കേട്ടപ്പോൾ ഡോക്ടർക്കും നഴ്സുമാർക്കും അത്ഭുതമായി. കിലോമീറ്ററുകൾ താണ്ടി ഭക്ഷണം പോലും കഴിക്കാതെ ഉടമസ്ഥനെ തേടിപ്പോയ പൂച്ച. ശരി, പുറത്തു നിൽക്കട്ടെ, പക്ഷേ അകത്തേക്ക് കയറ്റരുത്. ഡോക്ടർ സമ്മതിച്ചു. 2 ദിവസം ലില്ലി ആശുപത്രിയുടെ വരാന്തയിൽ തന്നെ ഇരുന്നു. രമേശ് കൊടുത്ത പാലുപോലും അവൾ കുടിച്ചില്ല. അവളുടെ കണ്ണുകൾ എപ്പോഴും ICUവിന്റെ വാതിലിലായിരുന്നു. 3-ാം ദിവസം സാവിത്രി അമ്മയെ വാർഡിലേക്ക് മാറ്റി. ബോധം പൂർണ്ണമായി തെളിഞ്ഞു. എന്റെ ലില്ലി. അതായിരുന്നു അവരുടെ ആദ്യത്തെ അന്വേഷണം. രമേശ് ഡോക്ടറുടെ പ്രത്യേക അനുവാദത്തോടെ ലില്ലിയെ മുറിയിലേക്ക് കൊണ്ടുവന്നു. അമ്മയെ കണ്ടതും ലില്ലി ഓടിച്ചെന്ന് കട്ടിലിൽ കയറി. സാവിത്രി അമ്മയുടെ കൈകളിൽ തലവെച്ച് അവൾ കുറുകി. സാവിത്രി അമ്മയുടെ കണ്ണിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകി. അവർ വിറയ്ക്കുന്ന കൈകളാൽ ലില്ലിയെ ചേർത്തുപിടിച്ചു. നീയാണല്ലോ മോളെ എന്നെ രക്ഷിച്ചത്. ആശുപത്രിയിലെ മറ്റു രോഗികളും കൂട്ടിരിപ്പുകാരും ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടി. സ്നേഹദൂത് എന്ന പേരിൽ പ്രാദേശിക പത്രത്തിൽ ലില്ലിയുടെ വാർത്ത വന്നു. പലരും അവളെ കാണാൻ പൂക്കളും സമ്മാനങ്ങളുമായി എത്തി. പക്ഷേ ലില്ലിക്കതൊന്നും വലിയ കാര്യമായിരുന്നില്ല. അവൾക്കു വേണ്ടത് സാവിത്രി അമ്മയുടെ സാമീപ്യം മാത്രമായിരുന്നു. അവൾ കട്ടിലിന്റെ അടിയിലോ സാവിത്രിയമ്മയുടെ കാലിനരികിലോ ചുരുണ്ടുകൂടി കിടന്നു. ആ മുറിയിലെ മരുന്നിന്റെ ഗന്ധത്തേക്കാൾ ശക്തമായി അവിടെ സ്നേഹത്തിന്റെ ഗന്ധം നിറഞ്ഞു. 2 ആഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷം സാവിത്രിയമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. പക്ഷേ ഡോക്ടർമാരുടെ നിർദ്ദേശം കർശനമായിരുന്നു. ഇനി ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കുന്നത് സുരക്ഷിതമല്ല. വീണ്ടും വീഴ്ചകളുണ്ടാകാം, ശ്രദ്ധിക്കണം. ആശുപത്രി വിടുന്ന ദിവസം രമേശ് അമ്മയുടെ അരികിലിരുന്നു. അവൻ അവരുടെ കൈകൾ ചേർത്തു പിടിച്ചു. അമ്മേ, നമുക്ക് പോകാം, എന്റെ വീട്ടിലേക്ക്. തറവാട്, അത് നമുക്ക് അടച്ചിടാം, അല്ലെങ്കിൽ വിൽക്കാം. ഇനി അമ്മ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. സാവിത്രി അമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പെരുവല്ലൂരിലെ മാവിൻ തോട്ടങ്ങളും വയലേലങ്ങളും അവരുടെ മനസ്സിൽ തെളിഞ്ഞു. ഒരു നിമിഷം മൗനം തളം കെട്ടി. ഒടുവിൽ അവർ രമേശിനെ നോക്കി പുഞ്ചിരിച്ചു. ആ ചിരിയിൽ പരാജയമായിരുന്നില്ല, മറിച്ച് ഒരു തിരിച്ചറിവായിരുന്നു. ശരിയാണ് മോനെ, ഇനി എനിക്ക് അവിടെ ഒറ്റയ്ക്ക് കഴിയാനാവില്ല. ഞാൻ വരാം. പക്ഷേ അവർ ലില്ലിയെ ചൂണ്ടിക്കാണിച്ചു. ഇവൾ എന്റെ കൂടെ ഉണ്ടാവണം. ഇവളാണല്ലോ എനിക്ക് പുനർജന്മം തന്നത്. ഇവളെ ഉപേക്ഷിച്ച് ഞാൻ എവിടേക്കുമില്ല. രമേശിന്റെ കണ്ണു നിറഞ്ഞു. അവൻ ലില്ലിയെ വാരിയെടുത്ത് അമ്മയുടെ മടിയിൽ വെച്ചു. തീർച്ചയായും അമ്മേ, ഇവൾ ഇനി നമ്മുടെ കുടുംബത്തിലെ അംഗമാണ്. അവർ പെരുവല്ലൂരിലെ തറവാട്ടിലെത്തി. അത് വീട് പൂട്ടാനായിരുന്നു. ഓരോ മുറിയും പൂട്ടിക്കുമ്പോൾ സാവിത്രി അമ്മയുടെ ഉള്ളിലൊന്നു പിടഞ്ഞു. ഭർത്താവിന്റെ ഫോട്ടോ, പൂജാമുറിയിലെ വിളക്ക്, അടുക്കളയിലെ ഭരണികൾ എല്ലാം ഓർമ്മകളായി മാറുന്നു. അവസാനമായി പടിയിറങ്ങുമ്പോൾ സാവിത്രി അമ്മ തിരിഞ്ഞു നോക്കി. ലില്ലി മുറ്റത്ത് നിന്ന് വീടിനെ നോക്കുന്നുണ്ടായിരുന്നു. അവളും യാത്ര പറയുകയാണ് എന്ന് തോന്നി. വാ ലില്ലി, സാവിത്രി അമ്മ വിളിച്ചു. ലില്ലി ഓടി വന്ന് കാറിൽ കയറി. സാവിത്രി അമ്മയുടെ മടിയിൽ ചുരുണ്ടുകൂടി. യാത്രയുടനീളം സാവിത്രി അമ്മ പുറത്തേക്ക് നോക്കിയിരുന്നു. പരിചിതമായ വഴികൾ പിന്നിലേക്ക് മറയുന്നു. പക്ഷെ ഇത്തവണ അവർക്ക് ഭയമില്ലായിരുന്നു. കൂടെ മകനുണ്ട്. മടിയിൽ സ്നേഹത്തിന്റെ കാവൽക്കാരിയായി ലില്ലിയുമുണ്ട്. പുതിയ തുടക്കം. തൃശൂരിലെ ഫ്ളാറ്റിന്റെ 10-ാം നിലയിലെ ബാൽക്കണി. സന്ധ്യ മയങ്ങുന്നു. നഗരത്തിൽ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. താഴെ തിരക്കിട്ടൊഴുകുന്ന വാഹനങ്ങളുടെ നിര.
സാവിത്രിയമ്മ വീൽചെയറിലിരുന്ന് ആ കാഴ്ചകൾ കാണുകയായിരുന്നു. മടിയിൽ ലില്ലി സുഖമായി ഉറങ്ങുന്നു. നഗരത്തിലെ കാറ്റിന് പെരുവല്ലൂരിലെ കുളിരില്ലായിരിക്കാം, പക്ഷേ അതിൽ സുരക്ഷിതത്വത്തിന്റെ ചൂടുണ്ടായിരുന്നു. രമേശ് 2 കപ്പ് ചായയുമായി വന്നു. അമ്മയ്ക്കിവിടെ ഇഷ്ടമായോ? അവൻ ചോദിച്ചു. സാവിത്രിയമ്മ ലില്ലിയുടെ തലയിൽ മെല്ലെ തലോടി. ഇഷ്ടമായി മോനെ. സ്നേഹമുള്ളവർ കൂടെയുണ്ടെങ്കിൽ ഏത് സ്ഥലവും സ്വർഗമാണ്. ഈ 4 ചുവറുകൾക്കുള്ളിലും എനിക്ക് സമാധാനമുണ്ട്. ലില്ലി ഒന്ന് മൂറി നിവർന്നു. അവൾ ബാൽക്കണിയുടെ കൈവരിയിൽ ചാടിക്കയറി. താഴെ നഗരത്തിലെ വെളിച്ചത്തിലേക്ക് അവൾ നോക്കി. അവൾക്കിപ്പോൾ പേടിയില്ല. പെരുവല്ലൂരിലെ ഇരുട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി സ്നേഹത്തിന്റെ വെളിച്ചത്തിലേക്ക് നടന്നു കയറിയ വഴികൾ അവളുടെ ഓർമ്മയിലുണ്ടാകും. സാവിത്രി അമ്മയും രമേശും ലില്ലിയും, ആ 3 ജീവൻകൾ അവിടെ ആ നഗരത്തിന്റെ ഉയരങ്ങളിൽ സ്നേഹത്തിന്റെ പുതിയൊരു ലോകം പടുത്തുയർത്തുകയായിരുന്നു.